ദേവീഭക്തനായിരുന്ന പ്രശസ്ത കഥകളി പ്രഗത്ഭൻ വേലായുധന്റെ ചരിതം. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രത്തിലെ കഥകളിക്കാരനായിരുന്നു വേലായുധൻ. എല്ലാ ദിവസവും ചൂടുകൂടി തന്റെ പ്രിയ ദേവിയുടെ മുന്നിൽ അയാൾ ആടി. ദേവിയുടെ മുന്നിലെ തന്റെ ആട്ടം ഒരു തപസ്യയായി അയാൾ കണ്ടു. തന്റെ കലയും കുടുംബവും അതുമാത്രമായിരുന്നു അയാളുടെ ലോകം. കാലം കഴിയെ വേലായുധന്റെ പ്രശസ്തി നാടുനീളെ വ്യാപിച്ചു. ദിവസേനയുള്ള കാഴ്ചക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. അങ്ങനെ ഒരു ദിവസം വേലായുധന്റെ അടുത്ത് ക്ഷേത്രത്തിലെ പൂജാരി ആട്ടത്തിനു മുന്നേ ഒരു വാർത്തയുമായി എത്തി. ഇന്നത്തെ ആട്ടം കേമോ ആയിക്കോട്ടെ. ഇന്ന് നാടുവാഴി വരുന്നുണ്ട് ആട്ടം കാണാൻ. എല്ലാം ദേവിയുടെ അനുഗ്രഹം. വേലായുധന്റെ ആട്ടം വളരെ ഇഷ്ടപ്പെട്ട നാടുവാഴി ആട്ടത്തിന് ശേഷം വേലായുധനെ കാണാനെത്തി. ഇന്നത്തെ ആട്ടം ഗംഭീരമായിരുന്നു. ഇത് എൻ്റെ വക ഒരു ചെറിയ ഉപഹാരം. വേലായുധന്റെ കഴിവിലും പ്രശസ്തിയിലും അസൂയ പൂണ്ടിരുന്ന മേളക്കാർ അയാൾക്ക് കിട്ടുന്ന പാരിതോഷങ്ങളുടെ ഒരു വിഹിതം തങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമുക്കും ഒരു പങ്ക് തരുമല്ലടാ. എന്നാൽ ഇതൊന്നും അറിയാത്ത വേലായുധൻ തനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാ പ്രധാന പങ്കും ദേവിയുടെ മുന്നിൽ കാണിക്കയായി അർപ്പിച്ചു. ഈ പ്രവൃത്തി ഇഷ്ടപ്പെടാതിരുന്ന അവർ അവസാനം ഒരു തീരുമാനം. അവന്റെ ഓഹരി ദേവിക്ക് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മുടേത്. അത് നമ്മുടേതായ അവകാശം. ആട്ടത്തിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട വേലായുധന്റെ പിന്നാലെ അയാൾ അറിയാതെ മേളക്കാർ പിന്തുടർന്നു. ആക്രമിക്കാൻ പതിയിരിക്കുന്ന കരിനാഗത്തെ പോലെ അയാളുടെ നിഴലിൽ അവർ പതിയിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിനു മുന്നേ അവരുടെ ബലിഷ്ഠമായ കൈകളിൽ വേലായുധന്റെ കഴുത്തു ഞെരിഞ്ഞമർന്നു. നമുക്ക് വിളക്കിലെ എണ്ണ ഒഴിച്ച് തീ കൊടുത്താലോ? അറിയാതെ തീ പിടിച്ചതാണെന്ന് ഓർത്തോളും നാട്ടുകാർ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട. വെളിച്ചം കണ്ട് ആരെങ്കിലും വന്നാൽ നമ്മളെ കാണും. നമുക്ക് കിണറ്റിലെടുത്തിടാം. അതാകുമ്പോൾ ആരും അറിയില്ല. കാല് വഴുതി വീണതാണെന്ന് ഓർത്തോളൂ. വേലായുധന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ഭാര്യ കണ്ടത് തന്റെ പ്രിയപ്പെട്ടവന്റെ ജീവനറ്റ ശരീരമായിരുന്നു. പണക്കിഴിയുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അവർ അറിഞ്ഞില്ല വേലായുധന്റെ അവസാന നിലവിളി മറ്റൊരാൾ കൂടി കേട്ടിരുന്നുവെന്ന്. പ്രതികാരദാഹിയായ ഒരാൾ. പോകുന്ന വഴിയെ വേലായുധന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം അവർ തുല്യമായി പങ്കുവച്ചു. സ്വന്തം വീടുകളിലേക്ക് രണ്ടു വഴിയെ യാത്രയായി. തനിയെ നടന്നു തുടങ്ങിയ അവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി. ആരോ തങ്ങളുടെ കൂടെ വരുന്ന പോലെ ഒരു തോന്നൽ.